എഡ്യൂക്കർ 1996 ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിപ്പിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് സിലബസിലെ ഫിസിക്സ് സബ്ജക്റ്റിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ്, വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന ചാപ്റ്ററാണ്. നമുക്ക് ആ ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് എനർജി ചേഞ്ചിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ നേരത്തെ പഠിച്ചുകൊണ്ട്, എനർജി അതായത് ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല, ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലോട്ട് മാറ്റാനേ പറ്റത്തുള്ളൂ. അത് നമ്മളിവിടെ ആദ്യം പറയുന്നത്. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed. It can be converted only from one form to another. ആ രീതി നമുക്ക് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഓരോ ഡിവൈസ് എടുക്കുള്ളൂ. ബൾബ്, ഇൻഡക്ഷൻ കുക്കർ, സ്റ്റോറേജ്, ബാറ്ററി, ഇങ്ങനെ പല ഓരോ നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ബൾബ്, അതിന്റെ യൂസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ ഉണ്ടാകുന്ന എന്തോ, നമ്മൾ ഇവിടെ കറണ്ട് കൊടുക്കുന്നു, അത് ഇലക്ട്രിക് എനർജി കൊടുക്കുന്നു, അതിന് ലൈറ്റ് എനർജി ആയിട്ട് നമുക്ക് അതിന് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ബൾബിൽ നടക്കുന്ന ഇലക്ട്രിക് എനർജിയെ ലൈറ്റ് എനർജി ആക്കി മാറ്റുക എന്ന് വെച്ചാൽ അവിടെ എന്തോ ഒരു എനർജിയെ മറ്റൊരു രീതിയിലോട്ട് മാറ്റുന്നു. അവിടെ എനർജി നിർമ്മിക്കുന്നുമില്ല, നശിപ്പിക്കുന്നുമില്ല. ഇവിടെ അടുത്ത ഇൻഡക്ഷൻ കുക്കർ അവിടെ നിന്ന് ഉപയോഗിക്കുന്നു നമ്മൾ ഹീറ്റ് കിട്ടാൻ വേണ്ടി. അവിടെ ഇലക്ട്രിക് എനർജിയെ ഹീറ്റ് എനർജി ആക്കി മാറ്റി വെച്ചിരിക്കുന്നത്. അടുത്ത് നമുക്ക് സ്റ്റോറേജ്, ബാറ്ററി നോക്കാം. അവിടെ നമുക്ക് കെമിക്കൽ എനർജി കിട്ടുക ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് എനർജിയെ കെമിക്കൽ എനർജി ആയിട്ട്. ഇനിയിപ്പോൾ മിക്സി ആയിക്കോട്ടെ, ഫാൻ ആയിക്കോട്ടെ, അവിടെ എല്ലാം എന്തോ ഇലക്ട്രിക് എനർജി എന്തോ ഒരു യാന്ത്രിക ഊർജ്ജം, അതായത് ഒരു മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം നോക്കിയാൽ മതി, ഒരു എനർജി മറ്റൊരു ഫോമിലോട്ട് മാറ്റുന്നതല്ലാതെ എനർജി എവിടെ നിർമ്മിക്കുന്നുമില്ല, നശിപ്പിക്കുന്നുമില്ല. അപ്പം ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ അപ്പോൾ എനർജി ഒരു കോൺസ്റ്റന്റ്, എന്ന് വെച്ചാൽ എനർജി വെച്ചൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് അത് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ലെന്ന് നമുക്ക് ഇതിന് പറയാം. അടുത്തതായി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പഠിക്കാൻ പോകുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു ചാർജ് ഒരു പൊസിഷനിൽ നിന്ന് മറ്റൊരു പൊസിഷനിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, അല്ലേ? ആ വർക്ക് ഒരു ജൂൾ വർക്കിന്റെ യൂണിറ്റ് ആണ് ജൂൾ. അതാണ്. അപ്പോൾ അത് ഒരു ജൂൾ വർക്ക് എടുക്കുമ്പോൾ എന്തുമാത്രം നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം വർക്ക് എടുത്തു, ഒരു പൊസിഷനിൽ മറ്റൊരു പൊസിഷനിലോട്ട് ചാർജ് മാറ്റുമ്പോൾ എന്തുമാത്രം വർക്ക് നമ്മൾ എടുത്തു, അത് 1 ജൂൾ ആണെങ്കിൽ അതിന് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ചാർജ് Q ആണെന്ന് വെച്ചു, അതിനെ ഞാൻ ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു പൊസിഷനിലോട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇപ്പം ഇവിടെ എനിക്കൊരു വോൾട്ടേജ് ഉണ്ട്, ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് വോൾട്ടേജുകൾ തമ്മിലുള്ള ഡിഫറൻസ്, എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായ ഈ ഒരു വോൾട്ടേജുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ നമുക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. അടുത്ത ഈ ചാപ്റ്ററിൽ നമുക്ക് ജൂൾസ് നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. ജൂൾസ് നിയമം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, അതായത് ഒരു ചാലകം, ഏതെങ്കിലും കറണ്ട് കടത്തിവിടുന്ന ഒരു ചാലകത്തിലൂടെ നമ്മളൊരു കറണ്ട് കടത്തിവിടുകയാണെങ്കിൽ അവിടുന്ന് പുറപ്പെടുന്ന ഹീറ്റ്, താപം, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ടിന്റെ പ്രപ്പോർഷൻ, കറണ്ടിന് ആനുപാതികവും നമ്മൾ കൊടുത്തേക്കുന്ന അവിടുത്തെ റെസിസ്റ്റൻസ്, നമ്മൾ എന്തുമാത്രം പ്രതിരോധം അവിടെ കൊടുക്കുന്നു അതിന് ആനുപാതികമായിരിക്കും. പിന്നെ ടൈം, നമ്മൾ എന്തുമാത്രം സമയം നമ്മൾ ആ കറണ്ട് കടത്തി വിട്ടു അതിന് ആനുപാതികമായിരിക്കും. ശരിയായിരിക്കും. നമ്മളത് ഏതെങ്കിലും ഒരു കണ്ടക്ടർ കൂടെ നമ്മൾ ഒത്തിരി കറണ്ട് കടത്തി വിടുവാണെങ്കിൽ ഒത്തിരി ചൂട് വരും. അപ്പോൾ അത് രണ്ടും ഒരേപോലെ ആയിരിക്കും. നമ്മൾ അവിടെ എന്തെങ്കിലും റെസിസ്റ്റൻസ് വല്ല നമുക്ക് എന്തെങ്കിലും പ്രതിരോധിക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും ആ പ്രതിരോധം എന്തുമാത്രം കൂടുന്നു അതിനനുസരിച്ച് അവിടെ ചൂട് വരും, സ്വാഭാവികമായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ ടൈം കൂടുന്നതനുസരിച്ച് കറണ്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ടൈം കൂടുന്നതനുസരിച്ച് എന്തൊക്കെയായാലും താപം കൂടും, അഥവാ ഹീറ്റ് കൂടും. അപ്പോൾ എനിക്ക് എഴുതാം H is proportional to I square RT, അല്ലെങ്കിൽ ഇതിനെ എനിക്ക് എഴുതാം H is equal to I square RT. ഇതാണ് ജൂൾസ് ലോ. അതായത് ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു വൈദ്യുതി പ്രവഹിച്ചു പോകുന്ന ചാലകത്തിൽ കൂടെ പുറപ്പെടുവിക്കുന്ന ഹീറ്റ്, താപം എന്ന് വെച്ചാൽ അതിൽ കൂടെ പോകുന്ന കറണ്ടിന് വൈദ്യുതിയുടെ സ്ക്വയറിന് ആനുപാതികമായിരിക്കും, പ്രതിരോധത്തിന് ആനുപാതികമായിരിക്കും, ടൈം സമയത്തിനും ആനുപാതികമായിരിക്കും. ഇതിനെയാണ് നമ്മൾ ജൂൾസ് ലോ അല്ലെങ്കിൽ ജൂൾ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ജൂൾസ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി നമ്മൾ ജൂൾസ് ലോ എന്ന വേറെ ഇക്വേഷൻ നമുക്ക് ഇതിനകത്ത് എളുപ്പത്തിൽ ഡെറൈവ് ചെയ്തെടുക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം H is equal to I square RT എന്നുള്ളത് നമ്മുടെ ജൂൾസ് ലോ. അതിന് ഞാൻ നമ്മുടെ ഓംസ് ലോ എടുക്കുന്നു. അതെന്ന് വെച്ചാൽ V is equal to IR എന്നാണ്. ഇവിടെ ഞാൻ R is equal to എന്ന് പറഞ്ഞെടുക്കുന്നു. R is equal to P by I ആണ്. അത് ഞാൻ എടുത്ത് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് H is equal to I square. ഓക്കെ, ആറിന് വരെ V by I into T. ഈ ഐയും ഈ I സ്ക്വയറിൻ്റെ ഐയും ഒരു ഐയും വെട്ടിട്ടു. ബാക്കി എനിക്ക് H is equal to V I T എന്ന് കിട്ടും, അല്ലേ?
അതാണ് ഒരു ഇക്വേഷൻ. H is equal to VIT എന്ന് വേണമെങ്കിൽ എനിക്ക് ജൂൾസ് ലോ എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പൊ നമുക്ക് രണ്ടാമതൊരു ഇക്വേഷനെ കിട്ടി. H is equal to VIT. ഓക്കെ, അപ്പൊ നമുക്ക് ജൂൾസ് ലോ വെച്ച് രണ്ട് ഇക്വേഷൻ കിട്ടി. 1 2 H is equal to I square RT. നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും ടൈമും വെച്ചുകൊണ്ട് നമുക്ക് ജൂൾസ് വെച്ച് ഹീറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ വോൾട്ടേജും കറണ്ട് ടൈമും വെച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹീറ്റ് താപം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. നമുക്കിനി ജൂൾസ് ലോയുടെ വേറൊരു ഇക്വേഷൻ ഇതുപോലെ തന്നെ ഓംസ് ലോ വെച്ചുകൊണ്ട് കണ്ടുപിടിച്ചിരിക്കാം. എന്ന് വെച്ചാൽ H is equal to I square RT. ഓംസ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ V is equal to I R. ഞാൻ I യെ മാത്രം അവിടെ നിർത്തുന്നു. I is equal to V by R എന്ന് എഴുതാം. ഈ I ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. H is equal to I square എന്ന് വരും V square by R square എന്ന് വരുമല്ലോ. അതിൻ്റെ ഇവിടെ V by R അപ്ലൈ ചെയ്യുകയാണെങ്കിൽ V square by R square into R into T. ഇവിടെ ഒരു R square ഇവിടെ രണ്ട് R ഉണ്ടല്ലോ. അപ്പോൾ ഒരു R വെട്ടിപ്പോയി, ഇവിടെ ഒരു R വെട്ടിപ്പോയി. അപ്പോൾ എനിക്ക് H is equal to V square by R into T. എനിക്ക് മൂന്നാമതും ഒരു ജൂൾസ് ലോയുടെ ഇക്വേഷൻ കിട്ടി അല്ലേ? അപ്പോൾ ആ മൂന്ന് ഇക്വേഷൻ കിട്ടി എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ H is equal to I square RT, H is equal to VIT, പിന്നെ ഒന്ന് H is equal to V square T by R. H is equal to V square T by R എന്ന് വെച്ചാൽ നമുക്ക് കറണ്ടും റെസിസ്റ്റൻസും ടൈമും വെച്ചാണ് ഹീറ്റ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ H is equal to I square RT. ഇനി വോൾട്ടേജ് വരുവാണെങ്കിൽ VIT. ഇനി വോൾട്ടേജും ടൈമും റെസിസ്റ്റൻസ് വരുന്നെങ്കിൽ H is equal to V square T by R. ഈ മൂന്ന് ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കും. ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജി താപം എന്തുമാത്രമാണോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത നമുക്ക് ജൂൾസ് ലോ വെച്ചുകൊണ്ട് ഒരു കണക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ടെക്സ്റ്റ് പേജ് നമ്പർ 12 കിടക്കുന്ന ഒരു പ്രോബ്ലമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസർ അതായത് താപം എന്തുമാത്രം മൊത്തത്തിൽ വിട്ടു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് കറണ്ട് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കും. 0.2 ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് പ്രതിരോധം എന്ന് വെച്ചാൽ 200 ഓം 200 ഓം വന്നിട്ടുണ്ട്. ടൈം 5 മിനിറ്റ്. ഇതിന്റെ ആണെങ്കിൽ ഹീറ്റ് H കണ്ടുപിടിക്കണം അല്ലെ? നമുക്ക് എത്തിന്റെ ഇക്വേഷൻ H is equal to I square RT എന്നുള്ള നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പൊ അതിന് തന്നെയുള്ള I ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. നമ്മളിപ്പോ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇവിടെ H is equal to I square എന്ന് വെച്ചാൽ I 0.2 അപ്പൊ 0.2ന്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് എത്ര 200 അപ്പൊ 200 ഇട്ടു. ഓക്കെ, ടൈം പറയുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇവിടെ 5 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ടൈം എപ്പോഴും സെക്കൻഡിലേ കിട്ടാവും. അപ്പൊ നമ്മൾ ടൈം 1 മിനിറ്റ് എന്ന് വെച്ചാൽ എത്ര 60 സെക്കൻഡ്. അപ്പൊ 5 മിനിറ്റ് എന്ന് വെച്ചാൽ 5 ഗുണം 60 സെക്കൻഡിലോട്ട് മാറ്റി. ഓക്കെ, നമ്മൾ ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോഴത്തേക്കിന് 0.2 ഇൻറ്റു 0.2 0.04 ഇൻറ്റു 200 ഇൻറ്റു 5 ഇൻറ്റു 60 is equal to 0.04 into okay. So നമുക്ക് 24 ജൂൾ ആണ്. H is equal to 2400 ജൂൾ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി ഇതുപോലെ തന്നെ ജൂൾസ് ലോ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാം. ഇതുപോലെ തന്നെ പേജ് നമ്പർ 12 കിടക്കുന്ന ഒരു പ്രോബ്ലമാണ്. വോൾട്ടേജ് നമുക്ക് അതുകൊണ്ട് 230 വോൾട്ട് എന്നും റെസിസ്റ്റൻസ് പ്രതിരോധം 920 ഓമും ടൈം 3 മിനിറ്റും ആണെങ്കിൽ അതിന്റെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് എന്തുമാത്രം താപം പുറത്തോട്ട് വിട്ടു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് നമുക്ക് ഉപയോഗിക്കുന്നത് ഇവിടെ നമുക്ക് വിയും ആറും ടിയും. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ ഇക്വേഷൻ V square by R into T എന്നുള്ള ഇക്വേഷൻ നമ്മൾ കൊടുക്കുന്നത്. H is equal to I square RT അവിടെ I ആണ് T. H is equal to VIT ആണ് വോൾട്ടേജ് കറണ്ട് ടൈം. ഇവിടെ വോൾട്ടേജ് റെസിസ്റ്റൻസ് ടൈം ആണ് നമുക്ക് ഈ ഇക്വേഷനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇട്ട് കൊടുക്കുക is equal to വിയുടെ ഇക്വേഷൻ 230. അപ്പോൾ 230ന്റെ സ്ക്വയർ 230 into 230 വോൾട്ട് ബൈ റെസിസ്റ്റൻസ് വെച്ചാൽ 920 ഇൻറ്റു ടൈം എന്ന് വെച്ചാൽ മിനിറ്റിലാണ്. അതിന് നമ്മൾ വീണ്ടും സെക്കൻഡിലോട്ട് മാറ്റണം. 3 into 60. ഓക്കെ, ചെയ്യുവാണ്
അപ്പോൾ നമുക്ക് H is equal to 10350 10,350 അല്ലെങ്കിൽ 1350 ജൂളെന്ന് നമുക്ക് കിട്ടും. അടുത്ത നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സർക്യൂട്ട് എങ്ങനെ റെസിസ്റ്റൻസ് അറേഞ്ച് ചെയ്യാൻ പറ്റും, അതായത് പ്രതിരോധകം എന്ന് വെച്ചാൽ നമുക്കറിയാം, റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം, അത് നമ്മുടെ സർക്യൂട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം റെസിസ്റ്റൻസ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് റെസിസ്റ്റൻസിനെ നമുക്കൊരു സർക്യൂട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ സീരീസ് കണക്ഷൻ, വേറൊന്ന് പാരലൽ കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഒന്നത് ശ്രേണിയായിട്ട് അല്ലെങ്കിൽ സമാന്തരീയമായിട്ട്. അപ്പോൾ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കിന് കണക്ട് ചെയ്യുന്ന ആദ്യമേ ഒരു റെസിസ്റ്റൻസ്, അതിന്റെ ഒരു അറ്റത്തുണ്ട്, ഇപ്പൊ രണ്ട് സൈഡുള്ളൂ അല്ലെ, ഒരു മറ്റേ അറ്റത്തുനിന്ന് അടുത്ത റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, പാരലൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിന്റെ രണ്ട് അറ്റം തന്നെ ആയിരിക്കും ഈ റെസിസ്റ്റൻസിന്റെ രണ്ട് സൈഡ്. ഇങ്ങനെയുള്ളതാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സീരീസ്, ഇത് പാരലൽ കണക്ഷൻ. ഇനി നമുക്ക് ഈ സീരീസ് കണക്ഷൻ ആണെങ്കിൽ പോലും, ഈ പാരലൽ കണക്ഷൻ ആണെങ്കിൽ പോലും ഇതിനകത്ത് റെസിസ്റ്റൻസ് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ സീരീസിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്തുമായിരിക്കും, ഇവിടെ പാരലായിട്ട് വരുമ്പോൾ നമുക്ക് ടോട്ടൽ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ഒരു എഫക്ട് എന്തുമായിരിക്കും, ഇങ്ങനെ ഈ രീതിയിൽ സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന എഫക്റ്റീവ് റെസിസ്റ്റൻസ് അതെന്തായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാം. അത് പഠിക്കാൻ ആദ്യം ഞാൻ സീരീസിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം സീരീസ് ഒന്ന് വരയ്ക്കാൻ പോകണേ. അപ്പൊ ഞാൻ സീരീസ് ആയിട്ട് രണ്ട് റെസിസ്റ്റൻസ് വരച്ചേക്കുവാണ്. ഈ റെസിസ്റ്റൻസ് ഞാൻ R1 എന്ന് പേര് കൊടുക്കുക, ഇതേ ഞാൻ R2 എന്നും പേര് കൊടുത്തു. ഓക്കെ, ഇവിടെ ഞാൻ ഒരു V വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുക, ടോട്ടലായിട്ട് ഒരു V എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അങ്ങനെ ആവുകയാണെങ്കിൽ ഇവിടെ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് കൊണ്ട് വോൾട്ടേജ് ഒരു ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന പിന്നെ ഉണ്ടാകുന്ന വോൾട്ടേജ് V1, ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് V2 ആണെന്ന് വെച്ചു. അപ്പം ഇത്ര പറഞ്ഞ് നമ്മളെ പറയാം, നമ്മുടെ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ടുള്ളത് പഠിക്കുകയാണ്. റെസിസ്റ്റൻസ് വെച്ചാൽ സീരീസ് എന്ന് പറയുമ്പോൾ ഒരു റെസിസ്റ്റൻസ്, ആ റെസിസ്റ്റൻസിന്റെ ഒരു അറ്റത്തു നിന്ന് മറ്റേ വീണ്ടും ഒരു റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു V വോൾട്ടേജ് അപ്ലൈ ചെയ്തു, ഇവിടെ വരുന്ന വോൾട്ടേജ് അപ്പൊ V1 എന്നുള്ളത്, ഇവിടെ ഉള്ളത് V2 എന്നുള്ളതാണ്. നമ്മൾ ഇത്ര മനസ്സിലായി. ഇനി ഞാൻ ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് V is equal to ഇവിടുത്തെ V1 പ്ലസ് V2 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് ഓംസ് ലോ വെച്ചറിയാം V is equal to IR ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവിടെ Vക്ക് പറയുന്നത് IR എന്ന് എഴുതും, I into R. ഈ I എന്ന് വെച്ചാൽ ടോട്ടൽ കറന്റ്, R എന്ന് വെച്ചാൽ ടോട്ടൽ റെസിസ്റ്റൻസ്, is equal to V1 എന്ന് വെച്ചാൽ I, കറന്റ് ഇവിടെ സെയിം തന്നെ, കറന്റ് ത്രൂ ഔട്ട് എല്ലാം സെയിം തന്നെയാണ്. റെസിസ്റ്റൻസ് എന്തുമായി R1 ആയിട്ട് മാറി, അപ്പൊ IR1. ഇവിടെ ഉണ്ടാകുന്ന V2, ഇവിടെ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് R2 ആണ്, ഇവിടുത്തെ കറന്റ് I ആണ്. അപ്പൊ ഞാൻ എനിക്ക് IR2 എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇവിടുത്തെ V എന്നുള്ളത് IR എന്ന് എഴുതാം, V1 IR1 ആകും, V2 IR2 ആകും. അപ്പൊ ഞാൻ ഇതൊന്നുകൂടെ എടുത്തിരിക്കുകയാണ്. IR is equal to രണ്ടത്തെ അതുപോലെ എഴുതി IR1. ഇവിടെ രണ്ടിടത്തും I നമുക്ക് പുറത്ത് എടുക്കാൻ പറ്റും, കാരണം എന്താ, ഇവിടെ ആയിക്കൊണ്ട് ഇവിടെ ആയിക്കൊണ്ട് രണ്ടിടത്തും ഞാൻ I പുറത്തെടുത്തു. ഓക്കെ, തെറ്റൊന്നും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഞാൻ ഇവിടെ I ഉണ്ട്, ഞാൻ ഈ രണ്ട് I ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി ടോട്ടൽ റെസിസ്റ്റൻസ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് R is equal to R1 plus R2 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഒരു സം എടുത്താൽ മതി എന്നാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഓക്കെ, ഞാൻ ഇനി അടുത്തായിട്ട് ഇതുപോലെ തന്നെ പാരലൽ കണക്ഷൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് ഇതുപോലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, പാരലൽ കണക്ഷനോട്ട് പോകുന്നത്. പാരലൽ കണക്ഷനോട്ട് വരുമ്പോൾ ആദ്യം എങ്ങനെയാണ് ഒരു റെസിസ്റ്റൻസ്, ഈ രണ്ട് റെസിസ്റ്റൻസിന്റെ ഈ രണ്ട് ലഡു ആയിരിക്കും അടുത്ത റെസിസ്റ്റൻസിന്റെ അല്ലേ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ വി എന്നൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് ഇവിടെ കറണ്ട് I1 ആയിട്ട് മാറും, ഇവിടുത്തെ കറണ്ട് I2 ആയിട്ട് മാറും ചെയ്യുന്നത്. റെസിസ്റ്റൻസ് R1 ആകും, ഇവിടുത്തെ റെസിസ്റ്റൻസ് R2. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്നുള്ളത് എടുക്കുക. ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 അല്ലേ? അറിയാം ഓംസിനെ വെച്ച് V is equal to IR ആണ്. അതിൽ നിന്ന് I is equal to V by R എന്ന് എഴുതാറുണ്ട്. അപ്പൊ അത് വെച്ച് ഞാൻ ഇവിടുത്തെ I എന്നുള്ളത് ഇവിടെ I എന്നുള്ളതിനെ V by R എന്ന് എഴുതും. is equal to ഇവിടെ I1. അപ്പൊ ഇവിടെ ഇതുപോലെ തന്നെ വോൾട്ടേജ് ഇവിടെ എല്ലാം സെയിം ആണ്. പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എല്ലാം സെയിം ആണ്. അപ്പൊ V by റെസിസ്റ്റൻസ് അവിടുത്തെ എന്തോ റെസിസ്റ്റൻസ് R1 ആണ് പ്ലസ് I2ന്റെ അവിടെ I2നോട് പറയുമ്പോഴത്തേക്കിന് ഇവിടെ വോൾട്ടേജ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെ റെസിസ്റ്റൻസ് I2ന്റെ ഇവിടുത്തെ റെസിസ്റ്റൻസ് R2. അപ്പോൾ V by R2. ഇത്ര സംശയമൊന്നും ഇല്ലല്ലോ. നമ്മൾ പാരലൽ കണക്ഷനാ പറയുന്നത്. ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുവാണ്. കറണ്ട് ഇവിടുത്തെ റെസിസ്റ്റൻസ് R1നോട് ഉണ്ടാകുന്ന കറണ്ട് നമ്മൾ I1 ആകും, R2നോട് ഉണ്ടാകുന്ന കറണ്ട് I2 ആകും. അപ്പം ടോട്ടൽ കറണ്ട് I is equal to I1 plus I2 എഴുതും. നമുക്കറിയാം I എന്ന് വെച്ചാൽ V by R അക്കോർഡിംഗ് ടു ഓംസ് ലോ. അപ്പം V by R is equal to V by R1 plus V by R2. ഇപ്പൊ ഞാൻ ഇത് അതുപോലെ എടുത്തെഴുതി. കാരണം V by R is equal to ഇവിടെ രണ്ടിടത്തും V കോമൺ കിടപ്പുണ്ട്. ഞാൻ രണ്ടിടത്തും V എന്ന് പുറത്തെടുക്കാം. ഇൻറ്റു ഇവിടുന്ന് V എന്ന് പോയപ്പോൾ ബാക്കി 1 by R1 പ്ലസ് ഇവിടുന്ന് പോയി പിന്നെ 1 by R2. ഓക്കെ, ഞാൻ ഈ വിയും വെട്ടി ഈ വിയും ക്യാൻസൽ ചെയ്യും. അപ്പോൾ എനിക്ക് കിട്ടും നമ്മുടെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ആറിന് പകരം കിട്ടുന്നത് 1 by R എന്നാണ് അല്ലേ? 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ പറയാം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കിന് രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് നമ്മൾ കണക്ട് ചെയ്തു. ടോട്ടൽ വോൾട്ടേജ് V ആണ്, ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് I1, ഇവിടുത്തെ കറണ്ട് I2, റെസിസ്റ്റൻസ് R1 R2. ടോട്ടൽ കറണ്ട് I is equal to I1 plus I2. I യെ നമുക്ക് V by R എന്ന് അക്കോർഡ് ഓംസ് ലോ വെച്ച് എഴുതാൻ പറ്റും. I1 എന്നുള്ളത് V by R1 പ്ലസ് I2 എന്നുള്ളത് V by R2. V പുറത്തിട്ട് V ക്യാൻസൽ ചെയ്തു. അപ്പോൾ 1 by R1 is equal to 1 by R1 plus 1 by R2. എന്ന് വെച്ചാൽ ചുരുക്കത്തിൽ നമ്മൾ ഈ അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് പറയുകയാണെങ്കിൽ രണ്ട് കണക്ഷനാണുള്ളത്. അതാണ് സീരീസ് കണക്ഷനുണ്ട്, പാരലൽ കണക്ഷനുണ്ട്. അപ്പോൾ സീരീസ് കണക്ഷനിൽ രണ്ട് റെസിസ്റ്റൻസ് സീരീസിലായിട്ട് കണക്ട് ചെയ്യും, പാരലൽ കണക്ഷനിൽ രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യും. അപ്പം സീരീസ് കണക്ഷൻ നമുക്ക് പറയാം, സീരീസ് വരുമ്പോഴത്തേക്കിന് ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to R1 പ്ലസ് R2 എന്നാണ് അല്ലേ? അതുപോലെ നമ്മൾ പാരലൽ കണക്ഷൻ പറയുകയാണെങ്കിൽ 1 by R is equal to 1 by R1 plus 1 by R2 എന്ന് ആകും. ഇതാണ് ഈ രണ്ട് റെസിസ്റ്റൻസ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ സർക്യൂട്ട്. അത് ഒരു റെസിസ്റ്റർ പ്രതിരോധകം റെസിസ്റ്റൻസ് വെക്കുകയാണെങ്കിൽ എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. പേജ് നമ്പർ 17 കിടക്കുന്ന ഈ സീരീസ് കണക്ഷൻ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, നമുക്കത് ചെയ്യാം. ചോദിച്ചേക്കുന്ന കറണ്ടാണ്. കറണ്ട് എത്ര ആയിരിക്കും എന്ന് ചോദിച്ചിരിക്കുന്നു. റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട് 4 ഓമും 2 ഓമാണ്. സീരീസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട് 6 വോൾട്ട്. അപ്പോൾ നമുക്ക് കറണ്ട് കണ്ടുപിടിക്കുന്നത് എത്രയാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് സീരീസിലാണ്. റെസിസ്റ്റേഴ്സ് സീരീസിലാകുമ്പോൾ റെസിസ്റ്റൻസ് R is equal to R1 plus R2 എന്നായിരിക്കും. ഇവിടെ നമുക്ക് R1 എന്നുള്ളത് 4 ഓം എടുക്കാം, R2 എന്നുള്ളത് 2 ഓം എടുക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to 4 plus 2 അല്ലേ? 4 plus 2 is equal to 6 ഓം അല്ലേ? 6 ഓം എന്ന് കിട്ടും. 4 ഓം ഒരു റെസിസ്റ്റൻസ് 2 ഓം സീരീസ് തന്നേക്കുന്നു. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to R1 plus R2. അങ്ങനെ ടോട്ടൽ റെസിസ്റ്റൻസ് R is equal to 6 ഓം നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ട കറണ്ടാണ്. നമ്മൾ ഓംസ് ലോ നമുക്കറിയാം. ഓംസ് ലോ വെച്ചുകൊണ്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കേണ്ടത് I is equal to V by R എന്നെടുക്കാം. നമുക്കിവിടെ V എന്നുള്ളത് എത്രയാണെന്ന് അറിയാം, 6 വോൾട്ട്. 6 വോൾട്ട് ബൈ റെസിസ്റ്റൻസ് എത്ര, 6 ഓം അല്ലേ? is equal to 6 by 6 എത്ര,
1 കറണ്ട് യൂണിറ്റ് 1 ആംപിയർ ആണ് അല്ലേ, 1 ആംപിയർ ആണ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്നും പറയാം, നമ്മൾ ചോദിച്ചേക്കുന്നത് കറണ്ട് കണ്ടുപിടിക്കാനാണ്. റെസിസ്റ്റേഴ്സ് 4 ഓമും 2 ഓമുമാണ് തന്നിരിക്കുന്ന സീരീസ് കണക്ഷനാണ് പറയുന്നത്. അപ്പോൾ സീരീസിലാവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് R R1 + R2. അപ്പോൾ R1 4, R2 2. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് R 4 + 2 6 ഓം കിട്ടും അല്ലേ. ഇനി നമുക്ക് അതിന് ഓംസ് ലോ വെച്ചറിയാം. V IR എന്നാണ് നമ്മുടെ ഓംസ് ലോ. അതിൽ നിന്ന് I V/R എന്ന്. V എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് 6 വോൾട്ടാണ്, റെസിസ്റ്റൻസ് 6 ഓം ആണ്. അപ്പോൾ 6 വോൾട്ട് ഡിവൈഡ് ബൈ 6 എത്ര? കാരണം ഒരു വാങ്ങ് വരും അല്ലേ, 6 ഡിവൈഡ് ബൈ എത്ര വാങ്ങ് വരും? ഒരു കറന്റ് യൂണിറ്റ് വെച്ചാൽ ആംപിയർ 1 ആംപിയർ ആണ് കിട്ടും. അടുത്തായി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 18 കിടക്കുന്ന റെസിസ്റ്റേഴ്സ് പാരലിൽ കിടക്കുന്ന ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന കറന്റ് കണ്ടുപിടിക്കാനാണ്. പക്ഷെ ഇവിടെ റെസിസ്റ്റേഴ്സ് 12 4 തന്നേക്കുന്നു, പാരലിലാണെന്ന് പറഞ്ഞേക്കുന്നു, വോൾട്ടേജ് 12 വോൾട്ട് എന്നാണ് തന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ കറന്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ്? പാരലിൽ. അപ്പൊ റെസിസ്റ്റേഴ്സ് പാരലിലാണെങ്കിൽ നമുക്കറിയാവുന്ന ഇക്വേഷൻ 1/R = 1/R1 + 1/R2 എന്നാണ് അല്ലേ. ഇവിടെ നമുക്ക് R1 എന്നുള്ളത് 12, R2 എന്നുള്ളത് 4 അല്ലേ. നമ്മൾ ചെയ്യുകയാണ്. R1 എന്നുള്ളത് 12, R2 എന്നുള്ളത് 4. അതിന് നമ്മൾ 1/R കണ്ടുപിടിക്കുക. 1/R = 1/12 + 1/4. ഞാനിത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ 1 × 4 പ്ലസ് 1 × 12 ഡിവൈഡ് ബൈ 12 × 4 ഓക്കെ is equal to 16 divided by 48 മിനിറ്റ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് 16 divided by 48 എത്ര ആയിരിക്കും? ഏകദേശം 1/3 മിനിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് 1/R = 1/3 എന്ന് കിട്ടും. R = 1/3 ഓം എന്ന് കിട്ടും. അതിൽ നിന്ന് R കണ്ടുപിടിക്കാൻ ഇത് 1/R തിരിച്ചിട്ടാണ്. അപ്പോൾ R = 3 ഓം എന്ന് കിട്ടും. അങ്ങനെ നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = 3 ഓം നമുക്ക് കിട്ടി. ഞാനത് ഇനി ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് കറണ്ട് കണ്ടുപിടിക്കും. ഓംസിൽ വെച്ചിട്ടുണ്ടോ I = V/R. കഴിഞ്ഞ കണക്ക് ചെയ്ത പോലെ തന്നെ I = V/R. അപ്പോൾ V എന്ന് വെച്ചാൽ 12 വോൾട്ട് ഉണ്ട്. അപ്പോൾ 12 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എത്ര? 3. 12 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 4 ആംപിയർ എന്ന്. അപ്പോൾ നമ്മുടെ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്നുള്ള പാഠഭാഗത്തിൽ ഏതാനും ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാക്കിയുള്ള ഭാഗങ്ങൾ തുടർന്നുള്ള വീഡിയോകളിൽ വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം.